ഭാര്യയ്ക്കു ഭർത്താവിനോടുള്ള കടമയേക്കാൾ കൂടുതൽ കടമ തിരിച്ചങ്ങോട്ടാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉസ്താദേ, എന്റെ ഭാര്യ എന്നെ ബഹുമാനിക്കുന്നില്ല, എനിക്ക് അല്ലോ എന്നോട് സ്നേഹത്തോടെ പെരുമാറുന്നില്ല, അവൾ എന്റെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നില്ല, എന്നോട് എനിക്ക് തന്നെ വെച്ചേരുന്നില്ല, ഇങ്ങനെ പരാതി പറയല്ലോ. എന്തേ പരാതി പറയുന്നേ? മനുഷ്യ, നീ നിന്റെ ഭാര്യയോട് പാലിക്കേണ്ട ബാധ്യതകൾ നീ പാലിച്ചിട്ടുണ്ടോ? ആദ്യം നീ മനസ്സിലാക്കി. നിന്റെ ഭാര്യയോട് നിനക്ക് ഒരുപാട് 12ഓളം കടമകളുണ്ട്. ഈ കടമകൾ നീ പാലിക്കാറുണ്ടോ? നീ പാലിച്ചാൽ നിന്റെ ഭാര്യയോട് നീ ഒന്നും പറയണ്ട, അവളെല്ലാം നിനക്ക് ചെയ്തു തരും. നീ വീടിന്റെ അകത്ത് ചെന്നാൽ മതി, ഭക്ഷണം മുന്നിലുണ്ടാകും, നിന്റെ വസ്ത്രം കഴുകിത്തരും, നിന്റെ ഉമ്മാനെ നോക്കും, നിന്റെ ഉപ്പാനെ നോക്കും, നിന്റെ കൂടെ ഒരു പരാതി നിന്റെ ഭാര്യയ്ക്കില്ലെന്നേ. നീ പാലിക്കേണ്ട കടമകൾ പാലിച്ചു കഴിഞ്ഞാൽ നിന്റെ കുടുംബജീവിതം സന്തോഷത്തിലായി തീരും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഒരു ഭർത്താവിന് തന്റെ ഭാര്യയോടുള്ള കടമകൾ എന്താ? ഈ സദസ്സിലിരിക്കുന്ന ഭർത്താക്കന്മാര് പഠിക്കുക. പെണ്ണുങ്ങളെ, ഇനി വയലു പറയുന്ന ഭർത്താവിനോട് നീ തിരിച്ചു ചോദിക്കണം, ഇക്ക ഈ പറയുന്നതിൽ ഏതാ നിങ്ങൾ പാലിക്കണേ? ഈ ഉസ്താദ് പറഞ്ഞ ഈ കാര്യങ്ങളിൽ ഇത്രയും കടമകൾ ഒരു ഭർത്താവിന് തന്റെ ഭാര്യയോടുണ്ട്, നിങ്ങളിൽ ഏതാണ് പാലിക്കുന്നത് എന്ന് തിരിച്ച് ഭർത്താവിനോട് ചോദിക്കണം. തമ്മിലടിക്കാനല്ല, അദ്ദേഹത്തിന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. അത് നിന്റെയും ബാധ്യതയാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഭാര്യ തെറ്റ് ചെയ്യുമ്പോൾ തിരുത്തി കൊടുക്കൽ ഭർത്താവിന്റെ കടമയാ. ഭർത്താവ് തെറ്റ് ചെയ്യുമ്പോൾ നീയും പറഞ്ഞു കൊടുക്കണം. അതിനുള്ള അവകാശം നിനക്കുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹുവിന്റെ പ്രവാചകനോട് സ്വഹാബികൾ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, ഒരു ഭർത്താവിന് തന്റെ ഭാര്യയോടുള്ള കടമകൾ എന്താണ്? എന്റെ പ്രിയമുള്ളവരെ, നിസാരമായി തള്ളിക്കളയേണ്ട കാര്യമല്ല. ഇത് തിരിച്ചു തള്ളാനുള്ളതല്ല, ഇത് നിസാരമായി കാണല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് തന്റെ അവസാന പ്രഭാഷണമുണ്ടല്ലോ. ആ പ്രഭാഷണത്തില് 1,20,000 പരം വരുന്ന സ്വഹാബാക്കൾ തന്റെ മുന്നിൽ നിൽക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇത്തഖുല്ലാഹ ഫിന്നിസാ. 3 പ്രാവശ്യം അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരുടെ കാര്യത്തിൽ അല്ലാഹുവിനെ സൂക്ഷിക്കണേ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരുടെ കാര്യത്തിൽ അല്ലാഹുവിനെ സൂക്ഷിക്കണേ, അല്ലാഹുവിനെ സൂക്ഷിക്കണേ. അല്ലാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന അമാനത്താണ് നിങ്ങളുടെ ഭാര്യമാര്. നാളെ പടച്ചുറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ ഓരോ ഭർത്താവിനോട് തന്റെ ഭാര്യയെ കുറിച്ച് വിചാരണ ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, പടന്നയിലെ ചെറുപ്പക്കാരാ, നാളെ പടച്ചുറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ നിന്നെ കുറിച്ച് മാത്രമല്ല ചോദിക്കുന്നത്, നിന്റെ ഭാര്യയെ കുറിച്ചും അല്ലാഹു ചോദിക്കുകയാണ്. നിന്റെ ഭാര്യയുടെ കാര്യത്തിലും അല്ലാഹു നിന്നെ വിചാരണ ചെയ്യുമെന്ന് പ്രവാചകൻ പറയുമ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് സ്വഹാബികൾ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, മാ ഹഖ്ഖു സൗജതി സൗജിനാ അലൈഹി യാ റസൂലല്ലാഹ്, ഒരു ഭർത്താവിന് ഭാര്യയോടുള്ള കടമ എന്താണ് നബിയേ? ഒന്ന് പറഞ്ഞു തരുവോ നബിയേ? ഒന്ന് പറഞ്ഞു തരുവോ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാ, ഒരു ഭർത്താവിന് തന്റെ ഭാര്യയോടുള്ള ഒന്നാമത്തെ കടമ എന്തെന്നറിയുമോ? എനിക്കോ പെങ്ങള്, നല്ലതുപോലെ മറക്കാതെ പഠിച്ചു വെച്ചോ പെങ്ങള്, നിന്നെ ഉപദേശിക്കുന്ന നിന്റെ ഭർത്താവിനോട് സ്നേഹത്തോടുകൂടി പറഞ്ഞു കൊടുക്കാറുള്ള കടമകളാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ഒന്നാമതായി പറയുകയാണ്, ആദ്യം ഭാര്യ ആരാണെന്ന് മനസ്സിലാക്കണം. നിന്റെ ഭാര്യ ആരാണെന്ന് നീ മനസ്സിലാക്കണം. പടച്ചവനെ 1400 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ 40ാമത്തെ വയസ്സിൽ നുബൂവത്ത് കിട്ടി പ്രബോധനവുമായി പ്രവാചകൻ ഖുറൈശികളുടെ മുന്നിലേക്ക് കടന്നു ചെല്ലുമ്പോ അല്ലാഹുവേ, വല്ലാത്ത പീഡനങ്ങളായിരുന്നല്ലോ. എവിടെ നോക്കിയാലും തല്ലിച്ചതക്കുകയാണ്. ചോദിക്കാനും പറയാനും ആരുമില്ലോ. പടച്ചവനെ പ്രതിരോധിക്കാൻ കഴിയുന്നില്ലോ. തന്റെ കണ്ണിന്റെ മുന്നിലിട്ട് പട്ടിക തല്ലുന്നത് പോലെ തല്ലിച്ചതയ്ക്കാൻ പടച്ചവനെ ചോദിക്കാൻ ഒരാളില്ലാത്ത അവസ്ഥ കടന്നു വരുമ്പോ എല്ലാവരും പ്രവാചകന്റെ മുന്നിൽ സ്വഹാബികൾ വന്നിട്ട് പരാതി പറയുകയാ. അവസാനം അല്ലാഹുവിന്റെ പ്രവാചകൻ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകാ പറയുകയാ. എന്റെ പ്രിയമുള്ളവര്,
എങ്ങനെയാണ് ഹിജ്റ പോയതെന്നറിയുമോ? തന്റെ ജീവിതകാലം മുഴുവനും കഷ്ടപ്പെട്ട് സമ്പാദിച്ചത് മുഴുവനും മക്കയിൽ ഉപേക്ഷിച്ചിട്ട് ഇട്ടിരുന്ന വസ്ത്രത്തോടു കൂടിയാണ് മദീനയിലേക്ക് കടന്നുപോയത്. എല്ലാവരും കടന്നുപോയി. അവസാനം മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ തങ്ങളും കടന്നു പോവുകയാ. എങ്ങനെയാ സ്വീകരിച്ചത്? മദീന നിവാസികൾ എങ്ങനെയാണ് സ്വീകരിച്ചത്? മുഹാജിരീങ്ങൾ അൻസ്വാരീങ്ങൾ സ്വീകരിച്ചത് എങ്ങനെയെന്നറിയുവോ? രണ്ട് വീടുള്ളവർ വീട് കൊടുത്തു, പണമുള്ളവർ പണം കൊടുത്തു, തോട്ടമുള്ളവർ തോട്ടം കൊടുത്തു, പടച്ചവനെ വാഹനമുള്ളവർ വാഹനം കൊടുത്തു. എന്തിന് രണ്ട് ഭാര്യമാരുള്ളവർ ഒരു ഭാര്യതാ തലാക്ക് പറഞ്ഞിട്ട് മുഹാജിരീങ്ങൾക്ക് വിഭാഗം കഴിച്ചു കൊടുത്തു. അൻസ്വാരീങ്ങൾ മുഹാജിരീങ്ങളെ ബഹുമാനിച്ചെന്ന് ചരിത്രം പറയുമ്പോ, സഹോദരാ, നിന്റെ കൂടെ നിൽക്കുന്ന നിന്റെ ഭാര്യ മുഹാജിറ, നിന്റെ കൂടെ ജീവിക്കുന്ന നിന്റെ ഭാര്യയുണ്ടല്ലോ, അവളൊരു മുഹാജിറാണ്. അവൾക്ക് വാപ്പയുണ്ട്, ഉമ്മയുണ്ട്, കൂടപ്പറപ്പുണ്ട്, വീടുണ്ട്, നാടുണ്ട്, കുടുംബക്കാരുണ്ട്. പക്ഷേ നീ നിന്റെ ഭാര്യ മഹർ കൊടുത്ത് വിഭാഗം കഴിച്ചു കഴിഞ്ഞപ്പോ അന്നു മുതൽ നിന്റെ വാപ്പയാണ് അവളുടെ വാപ്പ, നിന്റെ ഉമ്മയാണ് അവളുടെ ഉമ്മ, നിന്റെ കൂടപ്പറപ്പ് അവളുടെ കൂടപ്പറപ്പ്. പടച്ചവനെ അല്ലാഹുവേ, നിന്റെതെല്ലാം അവളുടേതാവുകയാണ്. അവൾക്കൊന്നുമില്ല, അവൾക്കൊന്നുമില്ല. എല്ലാം ഉപേക്ഷിച്ചിട്ട് ഒരു മുഹാജിറിനെ പോലെ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നവളാ നിന്റെ ഭാര്യ. അതുകൊണ്ട് ചെറുപ്പക്കാരാ, അവൾക്ക് വേണ്ടത് ചെയ്തു കൊടുക്കല് നിന്റെ കടമയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ഒരു ഭർത്താവിന് തന്റെ ഭാര്യയോടുള്ള ഒന്നാമത്തെ കടമ എന്തെന്നറിയുമോ? പെങ്ങളെ, റസൂലുള്ളാഹി പറയുകയാണ്, ഒരു ഭർത്താവിന് തന്റെ ഭാര്യയോടുള്ള ഒന്നാമത്തെ കടമ എന്തെന്നറിയുമോ? നീ കഴിക്കുന്ന ഭക്ഷണം നിന്റെ ഭാര്യയെയും കഴിപ്പിക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, നീ കഴിക്കുന്ന ഭക്ഷണം നിന്റെ ഭാര്യയ്ക്കും കൊടുക്കടോ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുമ്പോ, പടച്ചവനെ, ഒരു വീടിന്റെ അകത്ത് ജീവിക്കാൻ തുടങ്ങിയിട്ട് കൊല്ലങ്ങളായി. എത്ര പേരാ പടച്ചവന് ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിക്കുന്നത് ഓർമ്മയുണ്ടോ വാപ്പാ? നീയും നിന്റെ ഭാര്യയും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച ദിവസം നിനക്ക് ഓർമ്മയുണ്ടോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, പടന്നയിലെ ഏറ്റവും മനോഹരമായ വീട് ഏതെന്നറിയുമോ? അല്ലാഹുവിന്റെ റഹ്മത്ത് പെയ്തിറങ്ങുന്ന